തുടർ നടപടി എന്നോണം എന്താണ് തീരുമാനിച്ചിരിക്കുന്നത്? തുടർ നടപടിയാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ വന്നിരിക്കുന്നവരെല്ലാം ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മെസ്സേജ് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലൂടെ വന്നേക്കണത്. ഇവിടെ വന്നേക്കണമെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ എല്ലാവരും ഇപ്പോൾ പരാതി കൊടുത്ത് റെസിപ്റ്റ് നമ്പർ മേടിച്ചിട്ടുണ്ട്. ഈ റെസിപ്റ്റ് നമ്പറിനെ കുറിച്ച് ഇനി തുടർ നടപടി എന്തുണ്ടാവുന്ന സ്റ്റേഷനിൽ പോയി ചോദിക്കാൻ ഒരാൾക്ക് പറ്റൂല. അപ്പം നമ്മൾ ഗ്രൂപ്പായിട്ട് നിന്നിട്ട് ഏതെങ്കിലും വക്കീലിനെ കോടതി മുഖേന അല്ലെങ്കിൽ വക്കീൽ മുഖേനോ ഇത് കോടതിയിൽ ഫയൽ ചെയ്യാൻ പറ്റുമോ, ഫയൽ ചെയ്താൽ തുടർ നടപടിയായിട്ട് എങ്ങനെയാണ് ഫണ്ട് റിക്കവർ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ നമുക്ക് നിലവിൽ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ JSS എന്ന് പറഞ്ഞ സ്ഥാപനം എത്ര രൂപ അനന്തകൃഷ്ണൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് കൊടുത്തിട്ടുണ്ട്, അല്ലാതെ ഇവരുടെ അക്കൗണ്ടിൽ നിലവിൽ എത്ര രൂപ കിടപ്പുണ്ട്, ഇതൊന്നും ഈ പറഞ്ഞ ഒരു വ്യക്തികൾക്കും വ്യക്തമല്ല. അതായത് ഇവർ പറയണമെന്ന് വെച്ചാൽ അനന്തകൃഷ്ണനായിട്ട് ബന്ധമുണ്ട്. ഇപ്പം നമ്മൾ സ്റ്റേഷനിൽ പരാതി കൊടുക്കുമ്പോൾ അനന്തകൃഷ്ണൻ്റെ പേര് ചേർത്ത് കൊടുക്കണം. പക്ഷേ അനന്തകൃഷ്ണൻ്റെ പേര് ചേർക്കാൻ അനന്തകൃഷ്ണൻ ഇവർ കാശ് കൊടുത്തിട്ടുണ്ടോ ഇല്ലെന്നുള്ളത് ഇവിടെ ആർക്കും അറിയാൻ പാടില്ല. അപ്പം നമ്മളിപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കേസിൻ്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ JSSൻ്റെ സ്ഥാപനത്തിലെ പ്രവർത്തകരായ ആൾക്കാരുടെ പേരിലാണ് ഇപ്പോൾ കേസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് മധുസൂദനൻ, അതിൽ കുറേ ആൾക്കാരുണ്ട്. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പാടില്ല. ഇവർ പറഞ്ഞിടത്തോളം മധു ഡോക്ടർ, പിന്നെ മേരി CJ, അങ്ങനെ 3 പേരെ ജോയിൻ്റ് അക്കൗണ്ടിലോട്ടാണ് ആദ്യം JSS തുടങ്ങുന്നതിന് മുമ്പ് കാശിട്ട് കൊടുത്തേണ്ടത്. അതിനുശേഷം കാശ് പോയേക്കുന്നത് JSS ട്രസ്റ്റിലോട്ടാണ്. ഈ JS ട്രസ്റ്റ് ഏകദേശം സ്റ്റാർട്ടാക്കിയാണ് 2024 5-ാം മാസമാണ്. അതിന് മുമ്പ് വരെയുള്ള അക്കൗണ്ട് ട്രാൻസാക്ഷൻ മുഴുവൻ ഈ 3 പേരുടെ ജോയിൻ്റ് അക്കൗണ്ടിലോട്ടാണ്. ഈ ജോയിൻ്റ് അക്കൗണ്ടിൽ ഇട്ട കാശ് ഏത് അക്കൗണ്ടിലോട്ടാണ് പോയേക്കണേ? ഈ JSS എന്ന് പറഞ്ഞ സ്ഥാപനം ഇട്ടേക്കണ കാശ് ഏത് അക്കൗണ്ടിലോട്ടാണ് പോയേക്കണേ? ഇതൊന്നും നമുക്കറിയാൻ പാടില്ല. അപ്പോൾ ഇത്രയും പേരെ ബോധ്യപ്പെടുത്താനെങ്കിലും പോലീസുകാരോ അല്ലെങ്കിൽ ഇതിൻ്റെ വേണ്ടപ്പെട്ട ഇപ്പോൾ ഭാരവാഹി, ഇപ്പോൾ മധു ഡോക്ടർ അന്ന് അവിടെ ഒന്ന് സംസാരിച്ചു, അതേപോലെ ആരെങ്കിലും സംസാരിക്കണ്ടേ? ഞങ്ങളുടെ ഇത്ര ലക്ഷം അല്ലെങ്കിൽ ഇത്ര കോടി രൂപ ഈ അനന്തകൃഷ്ണൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഇതിൽ നിരപരാധികളാണ്. ഒരു കാര്യം ചെയ്യാൻ നമുക്ക് ഒന്നിച്ച് കേസ് കൊടുക്കാമെന്ന് ഇവർ ഇതുവരെ പറഞ്ഞിട്ടില്ല. പിന്നെ അതിൻ്റെ ഇടയിൽ മേരി CJ എന്ന് പറഞ്ഞ വ്യക്തി പറഞ്ഞതെന്ന് വെച്ചാൽ പുള്ളിക്കാർ പറഞ്ഞത് നിങ്ങൾ കക്ഷി ചേരി നമുക്കൊരു പരാതി കൊടുക്കാമെന്ന് പറഞ്ഞൊരു വോയിസ് ഇതിൻ്റെ ഇടയിൽ ഓടുന്നുണ്ട്. ഇതെന്താണ് സത്യാവസ്ഥ എന്നുള്ള അറിയാൻ പാടില്ല. ഈ മേരി CJനെ ഇപ്പോൾ കാണാനില്ല, മധുസൂദനെ ആരും കാണാറില്ല. ഇപ്പം JSS എന്ന് പറഞ്ഞ സ്ഥാപനം ഇപ്പോൾ നിലവിൽ പോലീസുകാർ കസ്റ്റഡി ചെയ്തേക്കണം. കസ്റ്റഡി എന്ന് വെച്ചാൽ അവർ അവിടുത്തെ ഫയലും കാര്യങ്ങളും നമ്പറിട്ട് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഈ പറഞ്ഞ ആൾക്കാരുകൾ മുഴുവൻ കേസ് കൊണ്ട് കൊടുത്ത് എല്ലാവരും വീട്ടിലോട്ട് പോവുകയാണ്. ഈ 60,000 എല്ലാവരെയും പോയി. 60 രൂപ പോയിട്ടുണ്ട്, 62 രൂപ പോയിട്ടുണ്ട്. പിന്നെ ഏജൻസി വഴി കൊടുത്തവരുടെ കാശ് പോയിട്ടുണ്ട്. ചില വീടുകളിൽ അമ്മമാരുടെ കമ്മൽ പണയം വെച്ചവരുണ്ട്. ഇപ്പോൾ കുടുംബ പ്രശ്നം ഉണ്ടാകുന്നവരുണ്ട്. ഭാര്യ ഭർത്താവ് അറിയാണ്ട് കൊണ്ടേക്ക് കാശ് കൊടുത്തവരുണ്ട്. അതുകൊണ്ടാണ് കുറേ മീഡിയാസിലൊന്നും ആരും ഫേസ് തരാത്തതും ആരും പറയാത്തതും. ഈ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ഓൾമോസ്റ്റ് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ള എല്ലാവരും പോസ്റ്റർ ഈ സാധനത്തിൻ്റെ കാര്യത്തിന് വേണ്ടി വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ഇവരുടെ അഡ്വർടൈസ്മെൻ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം. അതായത് പല രാഷ്ട്രീയ പ്രമുഖരുടെയും ഫോട്ടോ, പോലീസുകാർ, അതായത് വാർഡ് കൗൺസിലർമാർ, പഞ്ചായത്ത് മെമ്പർമാർ, ഇവരൊക്കെ ഫോട്ടോ വെച്ചിട്ടാണ് ഇവർ ഇതിൻ്റെ ഉദ്ഘാടനം മുഴുവൻ നടത്തിയേക്കുന്നത്. എന്നിട്ട് ഇവരിപ്പോൾ നമ്മളിപ്പോൾ ആരെങ്കിലും എടുത്ത് ചോദിച്ചാൽ എന്താ പറയും? ഞങ്ങൾ ഉദ്ഘാടനത്തിൽ വിളിച്ചു, ഞങ്ങൾ പോയി. അതാണ് ഒരു അതാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് സ്റ്റാഫ് അവരൊരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ അവർ എന്ത് പരിപാടിയിലാണ് ഈ പങ്കെടുക്കണത് എന്നുള്ളത് ചിന്തിക്കണ്ടേ? ഇപ്പം ഞാൻ നാളെ വിളിച്ചിട്ട് ഒരു ജനപ്രതിനിധിയുടെ അടുത്ത് വിളിച്ചിട്ട് വേണം, സാർ ഇങ്ങനെ ഞാനൊരു പാക്ക് കൊടുക്കുന്ന ഉദ്ഘാടനം വെച്ചിട്ടുണ്ട്, സമ്മാന പാക്കാണ് കൊടുക്കാൻ പോണത്, സാറൊന്ന് വരണം എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി എന്നെക്കുറിച്ചൊന്ന് അന്വേഷിക്കണ്ടേ? അയാൾക്ക് എന്തായിരുന്നു വിശ്വസിക്കും? ഞാൻ ചിലപ്പോൾ മറ്റേ വാറ്റുചാരായം ഉണ്ടാക്കുന്ന പരിപാടി ഉണ്ടാവും. ഈ വാറ്റുചാരായം കവറിലാക്കിയിട്ട് പാക്ക് ചെയ്തിട്ട് ഇതിൻ്റെ ഉദ്ഘാടനത്തിനാണ് ഞാൻ വിളിച്ചേക്കണത്. ഇത് കൊടുത്തു കഴിയുമ്പോൾ പറയുന്നത് എന്നെ ഉദ്ഘാടനത്തിൽ വിളിച്ചിട്ടു, ഞാൻ കൊടുത്തിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? അതേപോലെ ഇത് അനന്തു എന്ന് പറഞ്ഞവൻ്റെ യൂട്യൂബിൽ വന്നേക്കണത് ഇതിനു മുമ്പ് 2016 25 ലക്ഷം രൂപ തട്ടിയൊരു കേസുണ്ട്. ഇപ്പോൾ ഈ അനന്തു എന്ന് പറഞ്ഞവന് ഫോട്ടോ പോസ്റ്റ് ചെയ്ത ഇയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റും ഇൻസ്റ്റയിലും മുഖ്യമന്ത്രി അതിൽ പ്രധാനമന്ത്രി എല്ലാവരും ഉണ്ട്. ഇവർക്കറിയാൻ പാടില്ലേ ഇയാൾക്ക് ഇങ്ങനെ ഒരു കേസ് ഹിസ്റ്ററി ഉണ്ടെന്നുള്ളത്? രഞ്ജിത്ത്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ അനന്തുവിന്റെ പോസ്റ്ററുകളിലും ഫേസ്ബുക്കിലും ഒക്കെ കാണുന്നത് നമ്മുടെ രാഷ്ട്രീയ നേതാക്കളുടെ ചിത്രങ്ങളാണ്. VD സതീശൻ ഉൾപ്പെടെ ഹൈബി ഈഡൻ, അങ്ങനെ നീണ്ടു നിൽക്കുന്ന ഒരു വി ശിവൻകുട്ടി, അങ്ങനെ ഒരു പാർട്ടിയുടെ നേതാവല്ല, എല്ലാ പാർട്ടികളുടെ നേതാക്കന്മാരെ ഒക്കെ പോസ്റ്ററിലൊക്കെ കാണിച്ചുകൊണ്ടാണ് അനന്തു, അല്ലെങ്കിൽ ഇവരെ ഉദ്ഘാടകരായി ക്ഷണിച്ചുകൊണ്ടാണ് അനന്തു ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ സംഘടിപ്പിച്ച് പാവപ്പെട്ട നിരവധി പേരുടെ കയ്യിൽ നിന്നും ഇങ്ങനെ ലക്ഷങ്ങൾ തട്ടിയെടുത്തിരിക്കുന്നത്. അതുകൊണ്ട്
തന്നെ ഇത് ഏത് വിധത്തിൽ ഇനി മുന്നോട്ട് പോകണമെന്നറിയാതെ ആശങ്കപ്പെട്ടിരിക്കുകയാണ് ഈ തട്ടിപ്പിനിരയായവരും. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇനി തുടർ നടപടി കോടതി അടക്കം സമീപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. ഇപ്പോൾ ജനസേവാ സമിതി ട്രസ്റ്റ് സെക്രട്ടറി CG മേരി, ചെയർമാൻ ഡോക്ടർ N മധു, ഒപ്പം ബാങ്ക് ജോയിന്റ് അക്കൗണ്ടിൽ പേരുള്ള ഡോക്ടർ K ശശിധരൻ, അനന്തകൃഷ്ണൻ എന്നിവർക്കെതിരെയാണ് ഇപ്പോൾ പറവൂർ പോലീസ് കേസെടുത്തിരിക്കുന്നത്. പക്ഷെ അപ്പോഴും ഇവരുടെ പണം തിരിച്ചു കിട്ടുമോ എന്നിപ്പോഴും ഇവർക്ക് ആശങ്കയാണ്. അത് തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നതും. പക്ഷേ ഈ ട്രസ്റ്റ് ഭാരവാഹികൾ പറയുന്നത് ഈ അനന്തുവിന് ഇവരിൽ നിന്നും പിരിച്ചെടുത്ത തുക അനന്തുവിന് തന്നെ കൈമാറി. അത് 14,65,54,650 രൂപയാണ് ഇവരിൽ നിന്ന് പിരിച്ചെടുത്ത തുകയായി അനന്തുവിന് കൈമാറിയതെന്നാണ് ട്രസ്റ്റ് ഭാരവാഹികൾ പറയുന്നത്. ഒപ്പം ഇതിൻ്റെ ഒരു സർവീസ് ചാർജ് എന്ന രീതിയിൽ കുറച്ച് തുക മാത്രമേ ഞങ്ങൾ കൈപ്പറ്റിയിട്ടുള്ളൂ എന്ന് കൂടി ട്രസ്റ്റ് ഭാരവാഹികൾ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ കൃത്യമായിട്ടുള്ള രേഖകൾ വേണം. ഇവർ എത്ര രൂപയാണ് കൈപ്പറ്റിയത്, അനന്തുവിന് എത്ര രൂപ കൊടുത്തു, ഇവർ ഈ 16 കോടി അനന്തുവിന് കൊടുത്തു എന്ന് പറയുന്നത് ശരിയാണോ? അങ്ങനെ നിരവധി കാര്യങ്ങൾ ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയാകുന്നുണ്ട്. എന്തായാലും തട്ടിപ്പിനിരയായവരാണ് ഇപ്പോൾ പറവൂർ മുനിസിപ്പൽ ഹാളിന് മുന്നിൽ തടിച്ചുകൂടിയിരിക്കുന്നത്. രഞ്ജിത്ത്, ഇപ്പോൾ പറവൂരിലാണ് കൂടുതൽ തട്ടിപ്പ് രേഖപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. ഈ ജനപ്രതിനിധികളെയൊക്കെ വിശ്വസിച്ചാണല്ലോ നവമി ഇവർ ഇത്തരം കാര്യങ്ങൾ ചേർന്നത്. ഒപ്പം ഇവരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന NGO, അതായത് ഇവർക്ക് വിശ്വാസമുള്ള NGO സംഘങ്ങൾ ആദ്യഘട്ടത്തിലൊക്കെ നേരത്തെ ഒരു തുടക്കത്തിൽ സംസാരിച്ച ആൾ പറഞ്ഞതുപോലെ ഇവരുടെ ബന്ധുക്കൾക്കൊക്കെ ലാപ്ടോപ്പും തയ്യൽ മെഷീനും മറ്റും കിട്ടിയിരുന്നു. ഇപ്പോൾ ലാപ്ടോപ്പും തയ്യൽ മെഷീനും വാഹനവും മാത്രമല്ല AC-ക്ക് പോലും പണം കൊടുത്ത ആളുകളുണ്ട്. അപ്പോൾ സാധാരണക്കാർ മാത്രമല്ല ഈ തട്ടിപ്പിന് ഇരയായത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. AC-യും പകുതി വിലയ്ക്ക് കിട്ടുമെന്ന് അറിഞ്ഞ് അതിനായി ചാടി പുറപ്പെട്ടവരും മറ്റുമുണ്ട് ഇതിനകത്ത്. അങ്ങനെ ഏതാണ്ട് എല്ലാ വീട്ടു സാധനങ്ങളും ഇങ്ങനെ ലഭിക്കുമെന്ന് വിശ്വസിപ്പിച്ചായിരുന്നു തട്ടിപ്പല്ലേ? അതെ, തീർച്ചയായും രഞ്ജിത്ത്, പാതി വിലയ്ക്ക് സാധനങ്ങൾ കിട്ടുമെന്ന് വിശ്വസിച്ച് തന്നെയാണ് ഓരോരുത്തരും ഇത്തരത്തിൽ പൈസ മുടക്കിയത്. സ്വർണം പണയം വെച്ചവരുണ്ട്, ഭർത്താവ് അറിയാതെ കാശ് കൊടുത്ത ഭാര്യമാരുണ്ട്. അങ്ങനെ നിരവധി പേരിവിടെ എത്തിയിട്ടുണ്ട്. ഒരു കുടുംബ പ്രശ്നത്തിലേക്ക് വരെ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് ഓരോരുത്തരും എത്തിയെന്നൊക്കെ നമ്മളോട് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ 62,000 മുതൽ 70,000 വരെ കൊടുത്ത ആളുകളുണ്ട്. ഇവർക്കൊക്കെ കൃത്യമായിട്ട് ഇവർ അക്കൗണ്ട് വഴിയാണ് കാശ് കൊടുത്തത് എന്നുള്ളത് കൊണ്ട് അവരുടെ കയ്യിൽ അത്തരത്തിലുള്ള റെസിപ്റ്റ് ഉണ്ട്. പക്ഷേ ഇതെന്ന് തിരിച്ചു കിട്ടുമെന്നതിൽ ഇപ്പോഴും അവർക്കൊരു പ്രതീക്ഷയുമില്ല. ഇത് തിരിച്ചു കിട്ടുമോ എന്നുള്ളൊരു ആശങ്ക തന്നെയാണ് ഇപ്പോഴും ഇവർക്കുള്ളത്. ചേച്ചി, എത്ര രൂപയായിരുന്നു കൊടുത്തത്? 58,000. 2 വീലർ. എന്നായിരുന്നു കൊടുത്തത്? ഏപ്രിൽ 5-ാം തീയതി 2024 ഏപ്രിൽ 5. ഈ ട്രസ്റ്റിനെ ബന്ധപ്പെട്ടോ ഇപ്പോ? ഇപ്പൊ ബന്ധപ്പെട്ട്. അവരെന്താ പറയുന്നത്? ഇപ്പൊ നിലവിൽ അവര് വേറെ മറുപടികളൊന്നും പറയണില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഗ്രൂപ്പിൽ മെസ്സേജ് ഉണ്ടായിരുന്നു, എന്തെങ്കിലും തീരുമാനമാക്ക എന്നും പറഞ്ഞിട്ടുണ്ട്. ഏകദേശം 4-ാം തീയതി വരെയുള്ളവർക്ക് ടോക്കൺ കൊടുത്തതാണ്. ഇതുവരെ ഞങ്ങൾക്ക് ടോക്കൺ പോലും കിട്ടിയിട്ടില്ല. ഏപ്രിൽ 5 കൊടുത്തവർക്ക്. ഇത്രയും നാളും ലേറ്റ് ആയപ്പോൾ ഒരു സംശയം തോന്നിയില്ലേ? സംശയം തോന്നിയില്ല. എന്താണെന്ന് വെച്ചാൽ ഉദ്ഘാടനത്തിനായാലും എല്ലാ പരിപാടിക്കായാലും ഒരുപാട് നമ്മൾ അറിയപ്പെടുന്ന വ്യക്തികൾ ഇതിൽ വന്ന്, അതുപോലെ ഒരുപാട് പാവപ്പെട്ടവർക്കൊക്കെ വണ്ടികളെല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പം ഞങ്ങളും അതുപോലെ വിശ്വസിച്ച്. ആരായിരുന്നു ഉദ്ഘാടനത്തിന് വന്നത്? ആരൊക്കെയായിരുന്നു? എനിക്ക് അങ്ങനെ പേരുകളൊക്കെ എനിക്ക് അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. നമ്മൾക്ക് പ്രത്യേകിച്ച് ഒരുപാട് പേരെ കണ്ട്. സാധാരണക്കാരെ സംബന്ധിച്ച് അങ്ങനെയാണല്ലോ നമ്മൾ ആയിപ്പോയത്. അങ്ങനെ വിശ്വസിച്ചു പോയതാണ്. എല്ലാം കൊണ്ടും വിശ്വസിച്ച്. എന്താന്ന് വെച്ചാൽ തൊട്ടടുത്തുള്ളവർക്കും എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്, വണ്ടി കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ കിട്ടുമെന്ന് വിചാരിച്ച് ഈ കഴിഞ്ഞ ദിവസം വരെ ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു. വണ്ടി കിട്ടിയില്ലെങ്കിലും ക്യാഷ് കിട്ടുമെന്ന് വിചാരിച്ച്. അപ്പം അതില്ലെന്നാണ് പറയണത്. ഇനിയിപ്പോൾ എന്താണ് തുടർ നടപടി എന്നോണം? ഏത് രീതിയിൽ? സത്യത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയൂല, സംസാരിക്കാൻ പോലും അറിയൂല ഇങ്ങനെയുള്ള മീഡിയകളോടൊന്നും. എന്നാലും ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട കാശാണ്. ഞങ്ങളുടെ കുഞ്ഞു പിള്ളേരുടെ സ്വർണം വരെയും പണയം വെച്ചാണ് ഇതിന് കൊടുത്തത്. അപ്പോൾ ഇതിൻ്റെ പേരിൽ ഒരുപാട് പേര് ഞങ്ങളെ കളിയാക്കണുണ്ട്. പകുതിന്ന് കേട്ടപ്പോഴേക്കും എടുത്ത് ചാടിയല്ല എന്നും പറഞ്ഞു. ഒരിക്കലും ഞങ്ങളങ്ങനെ പകുതി എന്ന് പറഞ്ഞ് കേട്ടപ്പോൾ ചാടിയതല്ല, ഒരുപാട് വിശ്വാസത്തിന്റെ പുറത്ത് ഇറങ്ങിയതാണ് ഇതിലോട്ട്.
രഞ്ജിത്ത്, അത് തന്നെയാണ് ഇവർ പറയുന്നത്. ഈ പകുതി വില എന്ന് കേട്ട് ഇതിൽ ചാടിയതല്ല. ഇവരെ കണ്ടവർ അല്ലെങ്കിൽ ഇവരുടെ ഉദ്ഘാടന പരിപാടിയിലൊക്കെ വന്ന് നിൽക്കുന്നവരിൽ ജനപ്രതിനിധികളിൽ അർപ്പിച്ച വിശ്വാസം, ഈ ട്രസ്റ്റിന്റെ അംഗങ്ങളായിട്ടുള്ള ഇവരുടെ പരിചയക്കാർ അവർ ഇവരോട് വാഗ്ദാനം നൽകി ഇത് ഉറപ്പായിട്ടും കിട്ടും. ഒപ്പം ഇവരുടെ അയൽവാസികൾക്കും ബന്ധുക്കൾക്കും ഒക്കെ ഇതിനോടകം തന്നെ ആവശ്യപ്പെട്ട ഈ 2 വീലർ ആയിക്കോട്ടെ, AC ആയിക്കോട്ടെ, മറ്റ് തയ്യൽ മെഷീൻ ആയിക്കോട്ടെ, ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. ആ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് സാധാരണക്കാരായ ആളുകൾ, അവർക്ക് കുറച്ചെങ്കിലും കാശ് കുറഞ്ഞു കിട്ടിയാൽ അല്ലെങ്കിൽ ഒരു ഡിസ്കൗണ്ട് കിട്ടിയാൽ അത്രയും നല്ലതല്ലേ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഇവർ ഇത്തരത്തിൽ ഈ ഒരു പൈസ മുടക്കാൻ തയ്യാറായത്. പക്ഷെ അതെല്ലാം നഷ്ടപ്പെട്ട ഒരു രീതിയിലേക്ക് തന്നെയാണ്, ഇവർക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ കടന്നു പോയിരിക്കുന്നത്.